നമുക്ക് കുറച്ച് ചായ വെക്കാം. തലമുടി ഉണങ്ങിയില്ല. തേയില എടുത്തു. തേയില മധുരം കുറച്ച് മതി. ഞാൻ രാവിലെയൊക്കെ കുടിക്കുമ്പോൾ മധുരം ഇടത്തില്ല. ഇപ്പോൾ ഒരിച്ചിരി മധുരം ഇടാം, കുറച്ച് മതി. അങ്ങനെ നമ്മുടെ ചായ തിളച്ചു. ചായ വേണോടാ? എന്ത് പാടി? ചെറുക്കം വന്നു കഴിഞ്ഞപ്പോൾ സമാധാനമില്ല കെട്ടഴിച്ച് വിടാന്. ഞാനിവിടെ നമുക്കൊരു കുഴപ്പമില്ല. അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് പിള്ളേരെ എല്ലാം അഴിച്ചു വിടും. അതുകൊണ്ട് അത് അവനെ കാണുമ്പോൾ മാത്രമേ ഈ വഴക്ക്. മകളെ ഈ കപ്പിന്റെ വക്ക് കൊട്ടിയതാ, മാറ്റി വെക്കണം. മീൻ വാങ്ങിച്ചോ? ഇതേടാ നിന്നെ കാണും. നിന്നെ എന്താ കണ്ടുകൂടെ? കോണിക്കല്ലേ. എൻ്റെ മക്കൾക്കൊക്കെ വീഡിയോ വരുന്ന കാര്യം മടിയാ. ഇവനും പെണ്ണിനും ഉള്ളൂ. ചക്കിമോട് അച്ഛനും ചക്കിമോട് അമ്മയ്ക്കും ഒരു ചെറിയൊരു വിഷമം, എന്നാലും കുഴപ്പമില്ല, വരും. പിന്നെ ഇവനും വലിയ പാടാ. ഇടയ്ക്കെങ്ങാണം ഒന്ന് ഒത്തു കിട്ടിയാൽ കിട്ടും. നോക്കും അത് തന്നെ വലിയ മടിയാണ്. പിന്നെ മടിയില്ലാത്തത് കിച്ചുവിൻ്റെ അച്ഛനും അമ്മയ്ക്കേ ഉള്ളൂ. എപ്പോൾ നമ്മൾ വിളിച്ചാലും ആ സമയത്ത് ഓടി വരും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് കണ്ടോ കൂട്ടുകാരെ, ഞാൻ എൻ്റെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പാചകവും എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി ഇട്ടതായിരുന്നേ. അപ്പോൾ ദേ ബീഫും വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി അത് കറി വെക്കണ്ടേ? നേരത്തെ കൊണ്ടുണ്ടായിരുന്നു. 1/2 കിലോ ബീഫ് വാങ്ങിച്ചുള്ളേ. പിന്നെന്തുവാ റസ്ക് വാങ്ങിച്ചു, പാല്, മീറ്റ് മസാല, ബിസ്ക്കറ്റ്. ഞാൻ എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം നിർത്തി പാതകമെല്ലാം കഴുകി വൃത്തിയാക്കിയിരുന്ന കൂട്ടുകാരെ. 2 പേരോട് വെക്കട്ടെ, 2 മോനോട് വെക്കട്ടെ കറി. പണിഷ്മെൻ്റ്. ഇതിങ്ങനെ നടക്കും. പാപ്പം തിന്ന. ആ മനുഷ്യന് ചായ കേട്ടിട്ട് ആ മനുഷ്യന് ഇച്ചിരി ചായ പോലും കുടിച്ചില്ല. കറി അടുപ്പത്തിട്ട് വെച്ചിട്ട് ചായ കുടിക്കാന്നും പറഞ്ഞുകൊണ്ട്. എൻ്റെ കപ്പ് തേണ്ടിരിക്കുന്നു.
അവിടെ ഇരിക്കത്തൊന്നുമില്ല, എനിക്ക് ഇച്ചിരി വേണം. എന്താ കപ്പ്? എനിക്ക് ചായ. ഇല്ല, ഞാൻ മുമ്പ് ഇച്ചിരി വെള്ളം ഇട്ട് കുടിച്ചതാ. ഞാനും മുട്ട അധികം വെറുതെ ഒഴിക്കാൻ. അത് തന്നെ, അധികം വെറുതെ ഒഴിക്കാൻ ഒരു കലം ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യും? അവക്കും ഏട്ടനും വലിയ കപ്പാ കൂട്ടുകാര് ചായക്ക് കേട്ടോ. എനിക്കും എൻ്റെ മക്കൾക്കും കുഞ്ഞു കുഞ്ഞു കപ്പുകൾ. എനിക്ക് ഓൾറെഡി തീരെ ചെറിയ കപ്പ. ഇതാണെങ്കിൽ എൻ്റെ മൂത്ത മരുമകൾ വാങ്ങിച്ചുകൊണ്ട് വന്ന. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ വലുത് പറഞ്ഞാൽ ഏട്ടന് കൊണ്ടുകൊടുത്ത്. ഇത് കൊണ്ടുവന്നപ്പോഴേ എന്നോട് പറഞ്ഞു കൊച്ചു പിള്ളേർ ചെറുത് മതിയെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഇങ്ങെടുത്ത ഭാവിച്ചു എൻ്റെ കപ്പ്. ഇപ്പോഴുള്ളൊരു ചായക്കപ്പും അതേപോലെ തന്നെ ചെറുത്. ഇവിടുത്തെ അമ്മയാണെങ്കിലും ഇത് വേറെ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് ചെറിയ പാത്രത്തിൽ മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ കളിയാക്കുന്നത്. അപ്പം നമുക്ക് ചായയും ഒരു റസ്കും കൂടെ കഴിക്കാം. എൻ്റെ മോനോട് കറി വെച്ചോണ്ടിരിക്കുകയാണ്. ബാടി വൻ ചായ കുടിക്കണില്ല. അത് എണ്ണ ചൂടായി കണക്കില്ല, അതാ കടി വിട്ടപ്പോഴാണ് പെട്ടാന്ന്. ബാക്കി ഞാൻ നോക്കാം. വരിക. കൊച്ചിനേട്ടൻ അവിടെ നിന്ന് കൈ നീട്ടുന്നുണ്ടോ കൂട്ടുകാരെ റസ്കിന്? എൻ്റെ അമ്മായിയമ്മ ഒറ്റ എഴുത്തിയ ആങ്ങളെയും പെങ്ങളെയും അപ്പത്തിന് കൊതിയാക്കിയ. പല കാര്യത്തിനോട് ഇഷ്ടമില്ലാത്തവിടെ ഞാനും എൻ്റെ ഇരട്ട മക്കളേ ഉള്ളൂ. ബാക്കിയെല്ലാം കണക്കാ. നമ്മളിതുപോലൊക്കെ വല്ലപ്പോഴും അങ്ങനെ ഒരെണ്ണം കടിച്ചു കിട്ടും. പിന്നെ ബിസ്ക്കറ്റ് അത് രാവിലെ ചായയുടെ കൂടെ എനിക്ക് വേണം. അത് മസ്റ്റാണ്. കാരണം വല്ല വെറും വയറ്റിലൊരു ഗുളിക കഴിച്ചിട്ട് കുറേ കഴിഞ്ഞ് ചായ കുടിക്കുമ്പോൾ എൻ്റെ ബിസ്ക്കറ്റ് കൂടെ തിന്നും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലേ കഴിക്കുന്നുള്ളൂ. 10-10:30 മണിയാവും. അപ്പോൾ ആ 3-4 ബിസ്ക്കറ്റും കൊണ്ടാണ് അത്രയും സമയം നിൽക്കുന്നത്. അല്ലെങ്കിൽ ജോലി ഇല്ലെങ്കിലും ആ ബിസ്ക്കറ്റ് വേണം. ഇറങ്ങടാ, നിന്ന് സ്ലോ ആയിട്ട് കളിക്കുവാന്നോ? ഞാനും എൻ്റെ മോനും മുമ്പ് ചായ ഇട്ട് കുടിച്ചു. അപ്പോൾ ഏട്ടൻ കപ്പയൊക്കെ കഷ്ണിച്ച് കഴുകി എടുത്തു. പയർ പുഴുങ്ങിയതോ? കപ്പ വേണ്ട നിനക്ക്?